ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് ഇന്നൊരു കുക്കിംഗ് ചെയ്താലോ? എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റാണ് കുക്കിംഗ്. ഞാൻ വളരെ ആസ്വദിച്ച് ചെയ്യാറുള്ളതാണ് കുക്കിംഗ്. അപ്പം ഇന്ന് നമുക്ക് എൻ്റെ ഗ്രാൻഡ് മേയുടെ റെസിപ്പിയാണ് ശരിക്കും. കൊച്ചി സ്റ്റൈലിൽ ഒരു ബീഫ് മപ്പാസ്. ഇത് അമ്മുമ്മ ഇപ്പം മരിച്ചിട്ട് തന്നെ 25 വർഷം കഴിഞ്ഞു. അപ്പോൾ പണ്ടത്തെ സ്റ്റൈലിലുള്ളതാണ്. അപ്പോൾ അവരന്ന് ഉണ്ടാക്കുന്നതായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബീഫ് മപ്പാസ്. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഒരു സവാള, ഇവിടുത്തെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടിട്ട് 3 എണ്ണം. നിങ്ങൾ എടുക്കുമ്പോഴേക്കും അതനുസരിച്ച് ഒരു 10 എണ്ണം വരെയൊക്കെ എടുക്കും വെളുത്തുള്ളി, അവിടെ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇവിടുത്തെ ഇഞ്ചി വെറുതെ അധികം ഫ്ലേവർ ഒന്നുമില്ല, വെള്ളം കുടിച്ച പോലെ ഇരിക്കണ ഇഞ്ചി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയുള്ള ഒരു പീസ് എടുത്തേക്കണം. നമ്മുടെ ചെറിയ ഇഞ്ചി, നാട്ടിലത്തെ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി മതിയായിരിക്കും. ഒരു പച്ചമുളക്, ഒരു സവാള. ഇതാണ് നമ്മുടെ മസാല ഐറ്റംസ്. 2 ടീസ്പൂൺ കുരുമുളക്, 2 വലിയ കഷ്ണം പട്ട, ഒരു 5 ഗ്രാമ്പു, 5 ഏലക്കായ, ഒരു 1/2 ടീസ്പൂൺ കടുക്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മസാല ഐറ്റംസ്. 1/2 kg, 1/2 കിലോ ബീഫാണ് ഇത്. സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കണം. നിങ്ങൾ അതനുസരിച്ച് ക്വാണ്ടിറ്റി നോക്കിയിട്ട് എടുക്കണം ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് വലിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പൊ ഞാനിത് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയൊക്കെ കൊണ്ടുവരാം. ഇതൊരുവിധം വലിയ പീസായിട്ട് വേണേ കട്ട് ചെയ്യാൻ. ഇപ്പൊ ഇതാണ്ട് ഇത്രയൊക്കെ ഉള്ള ഒരു വലിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. കുറച്ച് ഫാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഫാറ്റ് കഴിക്കാത്തവർ ഫാറ്റ് എടുക്കണ്ട, പക്ഷെ കുറച്ച് ഫാറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ബീഫ് നമുക്കൊക്കെ അറിയാലോ, കുറച്ച് ഫാറ്റ് ഒക്കെ ഉള്ള ബീഫാണ് ടേസ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പൊ ഇനി അടുത്തത് മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ മസാലകളൊക്കെ കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോ എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിക്കണം. പൊടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾ പൊടി ഇതിട്ട് കൊടുക്കാം. ഇതിന്റെ എരിവ് മെയിനായിട്ടും നമ്മുടെ കുരുമുളകിൽ നിന്നാണ്. പിന്നെ ആ ഒരു കളറിന്റെ ഇത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഇവിടെ എരിവില്ലാത്ത മുളകാണ്. അപ്പൊ ഞാൻ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്തത് അത്. ഒരു സ്വല്പം മഞ്ഞൾ പൊടി, ഒരു 2 പിഞ്ചൊക്കെ, 2-3 പിഞ്ച്, 1/4 ടീസ്പൂൺ പോലും വേണ്ട, അത്രയും മുളക് പൊടി, മഞ്ഞൾ പൊടി സോറി. എന്നിട്ട് നമ്മൾ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടിച്ചെടുക്കണം. ഒന്ന് അടിച്ച് വരാൻ, ഒരു പേസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇതുണ്ട്, നല്ല പേസ്റ്റ് ആയിട്ട് അറിഞ്ഞു വന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പൊ നിങ്ങൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നല്ല ഒരു പേസ്റ്റ് ആയിട്ട് വന്ന രീതിയിൽ അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട്
ഇത് ആവശ്യത്തിന് ചൂടായി കഴിയുമ്പോഴേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വഴറ്റാൻ ആവശ്യമുള്ള എണ്ണ. അതിനകത്തേക്ക് നമുക്ക് ഈ സവാളയും പച്ചമുളകും എടുത്തു വെച്ചിരുന്നില്ലേ, അതിട്ട് കൊടുക്കാം. ബ്രൗൺ കളറിലൊന്നും വരണ്ട, ഒരുവിധം പകുതി മൂത്തിട്ട് വേണം നമുക്ക്. അപ്പം നമ്മുടെ സവാള മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഇത്തിരി കുറച്ച് വെക്കാം. സവാള മൂത്തതിലേക്ക് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ മസാല പേസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മസാലയുടെ പച്ച മണം മാറണ വരെ നമുക്കിത് നന്നായിട്ട് വാട്ടിക്കൊടുക്കാം. പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മെയിനായിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട് നമുക്ക്, വിനാഗിരി. വിനാഗിരി നമ്മൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വിനാഗിരിയും ഒഴിച്ചു കൊടുക്കണം. ഇതിവിടെ എനിക്ക് കിട്ടിയത് മാൾട്ട് വിനേഗറാണ്. നമുക്ക് സാധാരണ വിനാഗിരി ഒഴിച്ചാൽ മതിയാകും, അതായിരിക്കും കൂടുതൽ ഇത് നന്നാവണമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ ഞാൻ 2 വലിയ ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്, ഒരെണ്ണം കൂടി ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഇപ്പോൾ ഒഴിച്ചേക്കണത്. ഇനി നമുക്ക് പിന്നീട് ഇതിൻ്റെ വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് പുളി വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ ആ സമയത്ത് നമുക്ക് ഒന്നും കൂടി ചേർത്ത് നോക്കാം. ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിന് നന്നായിട്ട് നമ്മളെല്ലാം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കുക്കർ അടച്ച് വെച്ചിട്ട് നല്ല ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ 2 സ്റ്റീം വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. 2 സ്റ്റീം വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മീഡിയം ഹീറ്റിലിടുക. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് ആ സ്റ്റവിൽ തന്നെ ഇരുന്ന് അതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം.
എന്നിട്ട് സ്റ്റീം എല്ലാം പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ തുറന്നേക്കുവാണേ. അപ്പം ഇങ്ങനെ ഇരിക്കണത് നമ്മുടെ കറി. അപ്പൊ എന്താ ചെയ്യണേന്ന് വെച്ചാല് ഇനി നമ്മൾ ഒന്നും കൂടി തീ കത്തിച്ചു കൊടുക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചാറ് ഒന്ന് പറ്റിച്ചെടുക്കുക. ഇതിപ്പോ കുറച്ച് വെള്ളം കൂടുതലുള്ള പോലെ. ഇനി അവിടെ തന്നെ ഇരുന്ന് ഈ ഹൈ ഫ്ലെയിമിൽ ഇരുന്ന് ഒന്ന് പറ്റിയെടുക്കുക. ഇപ്പൊ എന്റെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും ടൈം കൊണ്ട് തന്നെ. ഇനി ആ ഇതിലിരുന്നിട്ട് ഇതൊന്ന് പറ്റണം. അപ്പൊ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിരുന്നിട്ട് നല്ല തീയിലിരുന്നിട്ട് ഒന്ന് പറ്റട്ടെ. കറി അവിടെ ഇരുന്ന് പറ്റുന്ന സമയത്ത് നമുക്കൊരു കാപ്പി കുടിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇതിനകത്ത് അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ താഴെ പിടിക്കുമല്ലോ. അപ്പൊ അങ്ങനെ താഴെ പിടിക്കാണ്ടിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ ഹൈ ഫ്ലെയിമിലാണല്ലോ വെച്ചേക്കണേ. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാവേ, എന്നിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ പുളി കുറച്ച് കുറവാണ്. അപ്പൊ ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കണ്ട്. ഇപ്പൊ പുളി ഓക്കെ ആയിട്ടുണ്ട്. ഇത്രയൊക്കെ ആയാൽ മതി. ഈ ഒരു ഭാഗം ആകുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം മൂടി വെച്ചിട്ട് ആ കറി ഒന്ന് സെറ്റിൽ ആവട്ടെ. സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. ഇതുപോലെ ഇരിക്കും നമ്മുടെ ബീഫ് റെഡി ആയി കഴിയുമ്പോഴേക്കും. നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് വേകുമ്പോ തന്നെ ആണെങ്കിലും നല്ലൊരു സ്മെല്ലാണ്. പിന്നെ നമ്മൾ ആ സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ലേ പുളി ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബീഫിന്റെ വേവ്, ഇതിപ്പോ ഈ ബീഫ് കറക്റ്റ് ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ ടൈം ഇത്രയും കൊണ്ട് കറക്റ്റ് ആയിരുന്നു. ഹൈ ഫ്ലെയിമിൽ 2 സ്റ്റീമും, അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ, പിന്നെ ഓഫ് ചെയ്ത് വെച്ച് സ്റ്റീം പോകണവരെ അവിടെ തന്നെ വെച്ചിട്ട് തുറന്നപ്പോഴേക്കും കറക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ആ ചാറൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു സ്റ്റേജിലാവുമ്പോഴേക്കും എടുക്കണം. നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ചോറിനെ കൂടിയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം എന്തിനെ കൂടി വേണമെങ്കിലും കഴിക്കാം. അപ്പം നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഡിഷാണ്. ബീഫ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമാകും.